الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരീ സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം സമാധാനവും ശാന്തിയും ഏറെ ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. പരസ്പര സ്നേഹവും സമാധാനവും ശാന്തിയുമൊക്കെ കളിയാടുന്ന ഒരു ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് കേവലം ആഗ്രഹം കൊണ്ടോ മോഹം കൊണ്ടോ മാത്രം ലഭിക്കുന്ന ഒന്നല്ല. നേരെ മറിച്ച് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളെപ്പോലെ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ, ഇരുചക്രവാഹനത്തിൻ്റെ രണ്ട് ചക്രങ്ങളെപ്പോലെ എന്നൊക്കെ ഉപമിച്ച് പറയാറുള്ള ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു വലിയ സൗഭാഗ്യമായിക്കൊണ്ടാണ് പ്രമാണങ്ങൾ നമുക്കത് വിശദീകരിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്തവും സമാധാനവും സ്വസ്ഥപൂർണവുമായ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവൻ്റെ സാരോപദേശങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനു വേണ്ടി കൂടിയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്കതിനൊക്കെ മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഒരു ഭർത്താവിന് എന്തൊക്കെ ഉത്തരവാദിത്തമാണ് കുടുംബജീവിതത്തിലുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിലെ നായകൻ പുരുഷനാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്ത്രീ പുരുഷന്മാരിൽ പുരുഷന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ശ്രേഷ്ഠതകളും പദവികളും
കഴിവും യോഗ്യതയുമൊക്കെ പ്രകൃത്യാ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ സംരക്ഷണ ഉത്തരവാദിത്വം, കുടുംബത്തിൻ്റെ സംരക്ഷണം പുരുഷനാണ് ഏറ്റെടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, കുടുംബത്തിൻ്റെ ചെലവ് അത് പുരുഷൻ്റെ ബാധ്യതയാണ് എന്നതിനാലുമാണത്. നമുക്കറിയാം മുആവിയത്തുൽ ഖുശൈരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ ഹഖ്ഖുസ് സൗജ മാ ഹഖ്ഖുസ് സൗജത്തി അഹദുനാ അലൈഹി, പ്രവാചകരെ, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടമകൾ, ബാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. റസൂൽ അതിന് വിശദീകരിച്ചത് കൊടുക്കുന്നത്, പ്രാഥമികമായി തുതിഇംഹ ഇദാ തഅംത, നീ ഭക്ഷിക്കുന്നുവെങ്കിൽ അവളും ഭക്ഷിച്ചിരിക്കണം, അവരുടെ ഭക്ഷണ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വാ തക്സൂഹ ഇദക്തസൈത, നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവളും വസ്ത്രം ധരിച്ചിരിക്കണം, അവളുടെ വസ്ത്രത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വലാ തദ്രിബിൽ വജ്ഹ, ഒരിക്കലും അവരുടെ മുഖത്ത് നിങ്ങൾ പ്രഹരിക്കരുത്. വലാ തഖ്ബഹ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും അവരെ ചീത്ത വിളിക്കരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, നിങ്ങൾ വീട്ടിൽ വച്ചല്ലാതെ അവരെ ശകാരിക്കരുത്. എന്തെങ്കിലും ഗുണദോഷിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ നിന്നോ പുറത്തു നിന്നോ ഒന്നും ആകാൻ പാടില്ല. അത് സ്വകാര്യമായി വീടുകളിൽ വെച്ചാകണം. അവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ കിടപ്പറയിൽ നിങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു മാറി കിടക്കരുത്. ഇതൊക്കെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ പ്രാഥമികമായ ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ പ്രത്യേകമായി ഉണർത്തുകയുണ്ടായി, അലാ ഇന്ന ലക്കും അലാ നിസായിക്കും ഹഖ്ഖ വലി നിസായിക്കും അലൈക്കും ഹഖ്ഖ, നിങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾ, അവർക്ക് നിങ്ങളോട് ചില ബാധ്യതകളും കടമകളുമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് അവരോടും ചില ബാധ്യതകളും കടമകളും നിർവഹിക്കാനുണ്ട്. ഹഖ്ഖുക്കും അലൈഹിന്ന, നിങ്ങളോട് സ്ത്രീകൾ നിർവഹിച്ചു തരേണ്ട ബാധ്യതകളിൽ അല്ലാ യുവത്തിഅന ഫുർശക്കും അൻ തക്റഹൂനഹു, നിങ്ങൾ വെറുക്കുന്നവരെ നിങ്ങളുടെ ശയനമുറികളിൽ പ്രവേശിപ്പിക്കാൻ ഒരിക്കലും അവർ അനുവാദം നൽകരുത്. നിങ്ങളുടെ കിടപ്പറയുടെ സ്വകാര്യത അതവർ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. വലാ യഅ്ദന്ന ഫീ ബുയൂത്തിക്കും ലിമൻ തക്റഹൂൻ, നിങ്ങൾക്ക് വെറുപ്പുള്ളവരെ ഒരിക്കലും നിങ്ങളുടെ വീടുകളിലേക്ക് അവർ പ്രവേശനാനുമതി നൽകാതിരിക്കുകയും വേണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അലാ വഹഖ്ഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വത്തിഹിന്ന വ തുആമിഹിന്ന, അവരോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യതകളിൽ പ്രഥമമായിട്ടുള്ളത് അവർക്ക് വിശക്കാൻ പാടില്ല, അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ വസ്ത്രം അത് അവരുടെ അഭിമാനം കൂടിയാണ്, മാന്യമായ വസ്ത്രം നിങ്ങൾ അവരെ ഉടുപ്പിക്കുകയും വേണം എന്നൊക്കെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്ത്യോപദേശത്തിൽ വരെ നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല, കുടുംബം പോറ്റുന്നതിൻ്റെ പ്രതിഫലം സാമ്പത്തികമായി കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ കാര്യമായി തീരുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഉണർത്തുകയും അതിന് റസൂൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു. റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. ഹത്താ മാ തജ്അലു ഫീ ഫിംറഅതിക,
നിന്റെ സഹധർമ്മിണിയുടെ വായിൽ നീ സ്നേഹത്തോടെ വെച്ചു കൊടുക്കുന്ന ചോറ്റുരുളക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രതിഫലം നൽകുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. ഇനി ഭർത്താവിൻ്റെ അശ്രദ്ധയാൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ, അവരുടെ ഭക്ഷണത്തിനും മറ്റ് സൗകര്യത്തിനുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അന്ന ഹിന്ദ് ബിന്തു ഉത്ബയുടെ മകൾ ഹിന്ദ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ. അബൂ സുഫിയാൻ പിശുക്കനായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ്. വലൈസ യുഅ്തീനി മാ യക്ഫീനി വവലദി. എനിക്കും എൻ്റെ കുട്ടിക്കും ചെലവിന് മതിയാകുന്നത് അവരെനിക്ക് തരുന്നില്ല. ഇല്ലാ മാ അഖദ്തു മിൻഹു വഹുവ ലാ യഅലം. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ എടുത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കഴിഞ്ഞു കൂടുന്നത്. ഫഖാൽ, ആ സന്ദർഭത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുദീ മാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫ്. മിതമായ തോതിൽ മതിയാകുന്നത് നീ അവനിൽ നിന്ന് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ കുട്ടികളെയും മക്കളെയും തീറ്റിപ്പോറ്റേണ്ടത്, അവരെ സംരക്ഷിക്കേണ്ടത്, അവരെ പരിചരിക്കേണ്ടത് ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല, അശ്രദ്ധരാകാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഭാര്യമാർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് അവരെ ഒരിക്കലും അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനും പാടില്ല എന്നൊക്കെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തികമായ ഉത്തരവാദിത്വം എന്ന പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുമായുള്ള നല്ല സഹവാസവും പെരുമാറ്റവും. വിശുദ്ധ ഖുർആൻ സൂറ നിസായിലെ 19-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അവരുമായി നിങ്ങൾ നല്ല നിലയിൽ സഹവർത്തിക്കണമെന്നാണ്. ഫൈൻ കരിഹിത്തുമോഹുന്ന, നിങ്ങൾ അവരോട് നിങ്ങൾക്ക് വല്ല അനിഷ്ടവും തോന്നുന്നുവെങ്കിൽ ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അൽ അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ ധാരാളം നന്മകൾ നിശ്ചയിച്ചു വന്നിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ അപമര്യാദയായി പെരുമാറുകയോ അവരോട് അകന്നു നിൽക്കുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിന. ഒരു വിശ്വാസിനിയോ ആയ തൻ്റെ സഹധർമ്മിണിയോട് ഒരിക്കലും വെറുപ്പ് കാണിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഏതെങ്കിലും ഒരു പെരുമാറ്റ ദൂഷ്യം അവരിൽ നിങ്ങൾ കാണുന്നുവെങ്കിൽ, അത് നിങ്ങൾക്ക് അനിഷ്ടകരമായി തോന്നുന്നുവെങ്കിൽ, നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്ന എത്രയെത്ര പെരുമാറ്റങ്ങളും സമീപനങ്ങളും ശീലങ്ങളും സ്വഭാവങ്ങളുമാണ് അവരിൽ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നല്ല പെരുമാറ്റവും സ്വഭാവവും നല്ല സഹവർത്തിത്വവും സഹകരണവും ഒക്കെയുള്ള ഒരു സഹധർമ്മിണിയിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഴ്ച പറ്റുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ വെറുക്കുകയല്ല വേണ്ടത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, വിശ്വാസം പരിപൂർണമാകുന്ന വ്യക്തി ആരാണ് എന്ന നിലയിലാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം. അക്മലുൽ മുഅ്മിനീന ഈമാന. ഒരു വ്യക്തിക്ക് അവൻ്റെ വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ അവൻ ആരാകണമെന്നോ, അൽതഫുഹും ബി അഹ്ലിഹി വ അന അൽതഫു ബി അഹ്ലി. തൻ്റെ ഇണയോട്, തൻ്റെ ജീവിത പങ്കാളിയോട് ഏറ്റവും ദയയും അനുകമ്പയും സ്നേഹവായ്പും കാണിക്കുന്നവനാകണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. ഖിയാറുക്കും ലി അഹ്ലിഹി. നമ്മുടെ കൂട്ടത്തിലെ യോഗ്യനാരാണ്? നമ്മുടെ കൂട്ടത്തിലെ മാന്യനാരാണ്? നമ്മുടെ കൂട്ടത്തിലെ ഉത്തമനാരാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുന്നത്, അതിന് പറഞ്ഞു തരുന്ന മാനദണ്ഡം എന്താണെന്നോ, നിങ്ങളുടെ വീടകങ്ങളിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന
നിങ്ങളുടെ സഹധർമ്മിണികളോട് ഏറ്റവും മാന്യമായി ഏറ്റവും നല്ല നിലയിൽ സഹവർത്തിക്കുന്നവരാണെന്നാണ്. മാ അക്രമൻ നിസാ ഇല്ലാ കരീം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാന്യനായ ആൾക്കല്ലാതെ ഒരിക്കലും തൻ്റെ സഹധർമ്മിണിയെ ആദരിക്കാൻ കഴിയില്ല. വമാ ഹാന ഉന്ന ഇല്ലാ ലയീം. നീചന്മാർക്കല്ലാതെ അവരെ അനാദരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വമൊക്കെ എത്രമേലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീടകങ്ങൾ നമ്മൾ പുറത്തുപോയി കുടുംബം പോറ്റാൻ കഠിനാധ്വാനം ചെയ്യുന്നു. നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന പരക്കം പായുന്നു. അതിൻ്റെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ മാനസിക സംഘർഷങ്ങളുമൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളെങ്കിലും അവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അവരുടേതായ പ്രയാസങ്ങളുണ്ട്. അത് നിങ്ങൾ കാണാതെ പോകരുതെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അന്നിസാ ശഖായിഖുർ റിജാൽ. സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ പാതിയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടുജോലികളിൽ വരെ നിങ്ങൾ അവരെ സഹായിക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രവാചകൻ വീട്ടിലെത്തിയാലെന്ന്. ആ സന്ദർഭത്തിൽ മഹദി പറയുന്നത് എന്താണെന്നോ, കാന ഫീ മിഹ്നത്തി അഹ്ലിഹി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയാൽ വീട്ടിലെ ജോലികളിൽ വ്യാപൃതനാകുമെന്നാണ്. നമസ്കാരത്തിന് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ പള്ളിയിലേക്ക് പുറപ്പെടും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബിയെപ്പോലെ തന്നെയാണ് സഹാബത്തും കഴിഞ്ഞുകൂടിയിരുന്നത്. പ്രവാചകൻ വളർത്തിയെടുത്ത അവിടുത്തെ ഉത്തമ ശിഷ്യഗണങ്ങൾ വീടിൻ്റെ അകത്തളങ്ങളിൽ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് ഹദീസുകളിലൂടെ നിരവധി സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹായങ്ങളും സഹകരണങ്ങളും പരസ്പരമുള്ള ഒത്താശകളും സഹവർത്തിത്വങ്ങളും. വീട്ടുജോലികൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ള വരെ അവിടുത്തെ കീറിയ വസ്ത്രം സ്വന്തമായിരുന്നു തുന്നിയിരുന്നത്. പ്രവാചകന്റെ ചെരുപ്പ് തുന്നിക്കൂട്ടിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ പാല് കറക്കാറുണ്ടായിരുന്നു, മാംസം മുറിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിൽ സഹായിക്കാറുണ്ടായിരുന്നു, ചൂലെടുത്തടിച്ചു വാരാറുണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് നമ്മൾ പറയുന്ന ഇമാമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിൻ്റെ, വൈവാഹിക ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെ അതിൻ്റെ ആനന്ദവും ആഹ്ലാദവും അതിൻ്റെ സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി പ്രവാചകനാലാകുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തിരുന്നു എന്ന് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സ്ത്രീകളെ എല്ലാ നിലക്കും പരിഗണിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ള വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ സ്വീകരിക്കാൻ ഞങ്ങൾ അണിഞ്ഞൊരുങ്ങിയിരുന്നത് പോലെ പ്രവാചകനും ഒരുങ്ങിയായിരുന്നു വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നതെന്നാണ്. പ്രവാചകൻ മിസ്വാക്ക് ചെയ്തുകൊണ്ടല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ദന്തശുദ്ധീകരണം, വൃത്തിബോധം അത് റസൂൽ കൃത്യമായി സൂക്ഷിച്ചിരുന്നു എന്നാണ്. പ്രവാചകനെ ചുംബിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ എതിരേറ്റിരുന്നത്. ഞങ്ങൾക്ക് ചുംബനം നൽകിയായിരുന്നു റസൂലുള്ള എതിരേറ്റിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചുംബനം എന്നുള്ളത് ലൈംഗികതയുടെ മാത്രം പ്രകടനമല്ല, നേരെ മറിച്ച് ആത്മാർത്ഥമായ സ്നേഹപ്രകടനത്തിൻ്റെ കൂടി പ്രതീകമാണത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടുത്തെ പത്നിമാർ അവർ ആ സന്തോഷകരമായ അവസ്ഥയെ നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്താൻ വേണ്ടി നമുക്ക് പകർന്നു തരികയാണ് എന്ന് കൂടി ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രവുമല്ല, മനസ്സിൻ്റെ ഉല്ലാസത്തിന് വേണ്ടി, മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടി നർമ്മരസം കലരുന്ന സംഭാഷണങ്ങൾ,
തമാശയും അങ്ങനെയുള്ള കുശലാന്വേഷണങ്ങൾ അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം നീക്കി വെക്കാറുണ്ടായിരുന്നു എന്ന്. അവിടുത്തെ ഇബാദത്തുകളിൽ വരെ ആ സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ, പരിശുദ്ധ റമളാനിൽ മസ്ജിദുൻ നബവിയിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പത്നിയുടെ ഒരു അറിയിപ്പ് വരുന്നത്, റസൂലേ നിങ്ങളെ ഒന്ന് കാണണമെന്ന്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അതിന് അനുമതി നൽകുകയാണ്. എഴുത്തിക്കാഫിരിക്കുക എന്നുള്ളത് ഇബാദത്തിൽ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ആ സമയത്തിനിടയിൽ ഭാര്യയുമായി സംസാരിക്കാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കാണുന്നു. അതും പുണ്യകരമായ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, കുല്ലു ഷൈ ലൈസ ഫീഹി ദിക്റുല്ലാഹ് ഫഹുവ ലഹ്വുൻ ഔ ലഹ്വുൻ. അള്ളാഹുവിനെ ഓർക്കാത്ത, ദൈവസ്മരണയില്ലാത്ത എല്ലാ കാര്യങ്ങളും അത് വ്യർത്ഥമായി തീരും, നിരർത്ഥകമായി തീരും. 4 കാര്യങ്ങൾ ഒഴികെ. 4 കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹിനെ ഓർത്തിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതിന് പ്രതിഫലം തരുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽപ്പെട്ടതാണ് മുലാഅബത്തുർ റജുൽ ലി അഹ്ലിഹി. ഒരു വ്യക്തി തൻ്റെ സഹധർമ്മിണിയുമായി നടത്തുന്ന നർമ്മസല്ലാപങ്ങൾ, അവരുടെ തമാശയും അതേപോലെ തന്നെ നർമ്മവും കലർന്ന സംസാരങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്നുള്ള സംസാരമാണ് ശരിക്ക് ഇണകൾക്കിടയിൽ നടക്കേണ്ടത്. അതിന് കാലപരിധിയില്ല. ദമ്പതികളായി എത്ര കാലം അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ അതേ കാലത്തോളം അവർ അന്യോന്യം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും അത് വാങ്ങിയും കഴിയേണ്ടവരാണ്. സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലുണ്ടായാൽ പോരാ, അങ്ങോട്ട് കൊടുക്കാത്തത് ഇങ്ങോട്ടൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മെ മറ്റുള്ളവർ ആദരിക്കണമെന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ, അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ, സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്നേഹവും ആദരവും ബഹുമാനവും അംഗീകാരവും നമ്മൾ അങ്ങോട്ട് നിർലോഭം കൊടുക്കാൻ കൂടി സന്നദ്ധരായാലേ അത് ഇങ്ങോട്ടും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അത് നിങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആനന്ദിക്കുന്ന പോലെ, നമ്മൾ ആഹ്ലാദിക്കുന്നത് പോലെ, നമ്മൾ ഒരുമിച്ച് ഉല്ലസിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ആനന്ദങ്ങൾ കണ്ടുകൊണ്ട് ആഹ്ലാദിപ്പിക്കുകയും ചെയ്യാമെന്നും പ്രവാചകന്റെ ചര്യയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോടൊത്ത് ഒരിക്കൽ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. അവരൊന്നൊരു പുറത്തേക്കിറങ്ങിയതാണ്, ഒരു ഔട്ടിങ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് തോന്നിയതാണ്, നമുക്കൊന്ന് മത്സരിച്ചാലോ, ഒരു ഓട്ട മത്സരം. അങ്ങനെ പ്രവാചകനും പത്നി ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു നീളെ ഒന്ന് ഓടി നോക്കുന്നു, മത്സരിക്കുന്നു. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ജയിക്കുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പരാജയപ്പെടുന്നു. പിന്നീടും കുറെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു മത്സരം അവർ നടത്തുകയുണ്ടായി. ആയിഷ, നമുക്കൊന്നുകൂടി ഒന്ന് മത്സരിച്ചാലോ? അവരൊരു ഓട്ട മത്സരം നടത്തുകയാണ്. നോക്കൂ നിങ്ങൾ, പരസ്പരം അവർ എത്രമേൽ അടുത്ത് ഇടപഴകി സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹവും ആദരവുകളും പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു ഓട്ട മത്സരം. ആ 2ാമത്തെ ഓട്ടത്തിൽ അപ്പോഴേക്കും ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് തടിച്ചു കൊഴുത്തിരുന്നു. അതിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു, ആയിഷ ബീവി പരാജയപ്പെട്ടു. റസൂൽ ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഹാദാ ലിദാക, അന്ന് നീ എന്നെ പരാജയപ്പെടുത്തിയില്ലേ, അതിന് പകരമാണ് ഈ വിജയം. ഈ ഒരു സംഭവം ഇതൊരു ഓട്ടത്തിൻ്റെ കാര്യമായി മാത്രം നമ്മൾ അതിനെ മാറ്റിവെക്കേണ്ടതില്ല. ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതേപോലെയുള്ള പെരുമാറ്റങ്ങളും സഹവർത്തിത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇനി ആനന്ദിക്കാനുള്ള അവസരം റസൂൽ ഒരിക്കലും അവർക്ക് നിഷേധിച്ചിട്ടില്ല. ഒരിക്കൽ ഹബ്ശയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന് ചില
ആയുധാഭ്യാസ പ്രകടനക്കാര് വന്നിരുന്നു മദീനയിൽ. റസൂലിനോട് അവർ പെർമിഷൻ ചോദിച്ചു, നബിയെ, മദീനയിലെ മസ്ജിദുൻ നബിയുടെ തിരുമുറ്റത്ത് ഞങ്ങളുടെ ആയുധാഭ്യാസവും കായിക പ്രകടനങ്ങളൊക്കെ നിങ്ങൾ നടത്തട്ടെ. റസൂൽ അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ ഈ ആയുധാഭ്യാസ കായിക പ്രകടനങ്ങൾ നടത്താൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. പ്രവാചകനും അത് നോക്കിക്കാണുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് പ്രവാചകന്റെ ചുമലിൽ തലവെച്ച് ഈ കളി കാണുന്നുണ്ട്. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവാചകന്റെ ചുമലിൽ ആയിഷ ബീവി തൻ്റെ തലവെച്ചുകൊണ്ട് ചേർന്ന് നിന്ന് അങ്ങനെ ഈ കളി കാണുമ്പോൾ റസൂൽ പറയുന്നുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാന അൽതഫും ബിഅഹ്ലിഹി വഅന അൽതഫു ബിഅഹ്ലി. വിശ്വാസം പൂർത്തീകരിക്കപ്പെട്ട വ്യക്തി തൻ്റെ സഹധർമ്മിണിയോട് അലിവും ദയയും അനുകമ്പയും കാണിക്കുന്നവനാണ്. ഞാൻ എൻ്റെ സഹധർമ്മിണിയോട് അങ്ങനെയാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണത് പറഞ്ഞത്. സഹോദരങ്ങളെ, നിർദ്ദേശങ്ങളില്ലാഞ്ഞിട്ടല്ല, ഉപദേശങ്ങളുടെ കുറവ് കൊണ്ടല്ല, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്ക് വരാത്തത് കൊണ്ടോ ഇറങ്ങാത്തത് കൊണ്ടോ അല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നാൽ തീർച്ചയായും അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ബർക്കത്ത്, ആ റഹ്മത്ത്, ആ അനുഗ്രഹം അവൻ നമുക്ക് ചൊരിഞ്ഞു തരും. അത് ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സംസാരങ്ങളെ നിയന്ത്രിക്കാൻ പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് വർത്തമാനങ്ങൾ പറയുമ്പോഴും നല്ലവണ്ണം സൂക്ഷിച്ച് സംസാരിക്കണം. പ്രത്യേകിച്ച് ഒരിക്കലും രഹസ്യമായി മാത്രം നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങൾ പരസ്യമായി പുറത്തെടുത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അതിൽ റസൂല് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പരസ്യമാക്കാൻ പാടില്ല. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവിടുന്ന് പറയുകയുണ്ടായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ അള്ളാഹു ഏറ്റവും മോശമായ പദവി നൽകുന്ന വ്യക്തികളിൽപ്പെട്ട വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയേണ്ടേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റജുലുൻ യുഫ്ദി ഇലാ ഇംറഅത്തിൻ വതുഫ്ദി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. ഒരു വ്യക്തി തൻ്റെ ഇണയുമായി ഇണചേരുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എന്നിട്ടുള്ള അതിൻ്റെ രഹസ്യങ്ങളെ മറ്റുള്ളവർക്ക് പരസ്യമാക്കി കൊടുക്കുകയും അതെടുത്ത് സംസാരിക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും അതിൽ ഹരം കൊള്ളുകയും ചെയ്യുന്ന വ്യക്തികളെ അള്ളാഹു അന്ത്യദിനത്തിൽ ഏറ്റവും മോശക്കാരായ നിലക്കാണ് അവൻ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ ഒരു ഹരത്തിനോ ആനന്ദത്തിനോ രഹസ്യത്തിനോ വേണ്ടി പറയാനുള്ള വിഷയങ്ങൾ ഇതാകരുത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, അത്തരക്കാരായ ആളുകൾ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ, മറ്റുള്ളവരെ ഇതേപോലെ രസിപ്പിക്കുവാനും ഒക്കെ ഇത്തരം കാര്യങ്ങൾ സംസാര വിഷയമാക്കുന്നവർ മനുഷ്യർ നോക്കി നിൽക്കെ ഇണയുമായി പരസ്യമായി അങ്ങാടിയിൽ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഉത്തമ മാതൃകകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി
രഹസ്യമായും പരസ്യമായും പറ്റിപ്പോകുന്ന ധാരാളം തെറ്റുകൾ ഞങ്ങൾക്കിടയിൽ വന്നു പോയിട്ടുണ്ട് സുബ്ഹാനേ. ഞങ്ങൾക്കതെല്ലാം നിൻ്റെ കൃപ കൊണ്ട് പൊറുത്തു തരയണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, കുടുംബത്തിലൂടെ, മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.